വിവിധ വകുപ്പുകൾക്ക് ചെലവ് ചുരുക്കാനുള്ള നിർദ്ദേശവും നൽകും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ അങ്ങനെ ചെലവ് ചുരുക്കാനുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. എന്നുവെച്ചാൽ ഈ പെൻഷൻ 5 മാസത്തെ കുടിശ്ശികയുള്ളപ്പോഴും സർക്കാർ നടപടിയെടുത്തില്ല. അത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഈ സർക്കാരിന് സംഭവിച്ച തിരിച്ചറിവാണ്. ഇല്ല, അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. നമ്മുടെ തനത് നികുതി വരുമാനം ഉണ്ടല്ലോ, ഈ തനത് നികുതി വരുമാനം കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 56% വർധനവുണ്ടായി. ഇന്ത്യയിലെ മറ്റ് 27 സംസ്ഥാനം, കേരളം ഒഴികെയുള്ള മറ്റ് 27 സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ കേരളം വളരെ മുന്നിൽ തന്നെയാണ്. അതുപോലെ കടമെടുത്തു കൂട്ടുകയാണെന്നുള്ള ആരോപണം നിരവധി വരുന്നു. എന്നാൽ കടമെടുപ്പിന്റെ ശതമാനം നോക്ക്, കേരളത്തിന്റെ കടവും ആഭ്യന്തര വരുമാന അനുപാതവും തമ്മിൽ 2020-21 അത് 38.47%. ഈ 2023-24 ആയപ്പോൾ അത് 33% കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നടത്തി സുപ്രീം കോടതി അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ ചെലവ് ചുരുക്കണമെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞത് എങ്ങനെയെന്നതാണ് എന്റെ ചോദ്യം. അതെ, കൃത്യമായി പറഞ്ഞല്ലോ. കാരണം ഈ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവും അതുപോലെ തന്നെ കടമെടുപ്പിൽ ഉണ്ടായിട്ടുള്ള നിയന്ത്രണം, അത്തരം സാഹചര്യത്തിൽ നമുക്ക് സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുകയിൽ ഒരു തരത്തിലുള്ള കുറവും വരുത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലും കുടിശ്ശിക വരുത്താതെ മുന്നോട്ട് പോകണമെങ്കിൽ പ്രത്യേകിച്ച് കേന്ദ്ര വരുമാനത്തിലും അതുപോലെ കടമെടുപ്പ് തോതിലും എല്ലാം പെട്ടെന്നൊരു റിലാക്സേഷൻ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും. അതെ, മുണ്ടുമുറുക്കിയെടുക്കാൻ തീരുമാനിക്കുന്നത് 1 വർഷം മുമ്പാകാമായിരുന്നില്ലേ? ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന കേന്ദ്രം പണം ഞെരുക്കം നടത്തുന്ന കാലം മുതൽ തന്നെ മുണ്ടുമുറുക്കി എടുക്കാമായിരുന്നില്ലേ എന്നതാണ് ചോദ്യം. കെ എസ് അരുൺകുമാർ അതെന്തുകൊണ്ട് ചെയ്തില്ല? അതല്ലേ പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കൃത്യമായിട്ട് ആഭ്യന്തരമായിട്ടുള്ള നികുതി വരുമാനത്തിൽ വർധനവ് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്ര മെച്ചം നമുക്കുണ്ടായില്ലേ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ? ഞാൻ പറയുന്നത് ചെലവിനെ കുറിച്ചാണ്, വരുമാനത്തെ കുറിച്ചല്ല. ഇവിടുത്തെ പ്രശ്നം എന്നതാണ്. ചെലവ് ചുരുക്കാൻ വേണ്ടി സർക്കാർ 2.5 വർഷത്തിന് ശേഷം, തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നിയമസഭയിൽ സമ്മതിക്കുമ്പോൾ ഈ 2.5 വർഷം നിങ്ങൾ ചെലവ് ചുരുക്കിയില്ല എന്നത് സ്റ്റേറ്റ്മെന്റ് അംഗീകരിക്കുകയല്ലേ അരുൺകുമാർ? ഒരിക്കലുമല്ല. ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ് അനാവശ്യമായിട്ടുള്ള ദൂർത്ത് കാണിക്കുകയോ ചെലവഴിക്കാൻ പാടില്ലാത്ത മേഖലയിലേക്ക് ചെലവഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കൃത്യമായി നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖലകളിലും പരമ്പരാഗത മേഖലകളിലും എല്ലാം നേരിടുമ്പോൾ